നിങ്ങളെ ഞാനൊരു ദേവാലയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കൊണ്ടുപോകുവാനായി ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും ദേവാലയത്തിലാണ്, പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരു ദേവാലയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വേദഭാഗം, കർത്താവ് പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ഉപമകളിൽ ഒന്ന്. രണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്ക് പോകുന്നു. ആരാണവർ? ചുങ്കക്കാരനും പരീക്ഷയും, അല്ലേ? എവിടെ അത് പറയുന്നത്? എവിടേക്കാണ് പറയുന്നത്? ഇങ്ങനെയുണ്ടോ? എവിടെ അത് പറയുന്നത്? ആകെ 4 സുവിശേഷം നോക്കൂ. ചുമ്മാ പറഞ്ഞു നോക്കുക, കാരണം ഉദ്ദേശിക്കില്ല. വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? സംശയമാണ്, അല്ലേ? ഇങ്ങനെ ചോദിച്ച സംശയമാണ്. വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ ഈ 2 മനുഷ്യരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. പൊതുവെ നമുക്കറിയാം, ഉപമകളൊക്കെ പറയുമ്പോൾ ശിഷ്യർക്ക് അതെങ്ങനെ കത്താറില്ല. വീണ്ടും കർത്താവ് അത് വ്യാഖ്യാനിച്ചു കൊടുക്കലാണ് ചെയ്യുന്നത്. നമ്മൾ ധനഹാന്റെയൊക്കെ ശുശ്രൂഷയ്ക്ക് പോയി നിൽക്കുന്ന അവസ്ഥയാണ്, അല്ലേ? ഭീകരവാദിനെതിരായി ദൈവം കൊണ്ടുവന്ന് തുടങ്ങുന്ന പൊതുവേദനമായി എത്ര പേര് വരും നമുക്കറിയാം. വന്നവര് എങ്ങനെ നിൽക്കുന്നതെന്ന് പറയാം. ഇതിന്റെ ആ താളക്രമങ്ങളൊക്കെ ആസ്വദിച്ച് നിൽക്കാനല്ലാതെ അർത്ഥമല്ല മനസ്സിലാക്കാറുണ്ടല്ലേ. പൊതുവെ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ബോധ്യങ്ങളില്ല എന്നതാണ് സത്യം. പക്ഷേ നമ്മൾ ആരും പരിഭ്രമിക്കേണ്ട. ഈ സുവിശേഷ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ 9-ാം വാക്യത്തിൽ തന്നെ ഇത് എന്തിനു വേണ്ടി കർത്താവ് ഈ ഉപമ പറഞ്ഞുവെന്ന് സുവിശേഷകൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം അറിയാതെ കൊണ്ടുവന്നിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് നോക്കാം. 18-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച്. തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച്. എല്ലാവരെ കുറിച്ചല്ല കേട്ടോ, പേടിക്കില്ല. ചിലരെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് കേൾക്കാം. എന്നെ പറ്റിയാണല്ലോ ആണല്ലോ എന്നുള്ള വിചിന്തനങ്ങളൊക്കെ നിങ്ങളിത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ മാത്രം വെച്ചാൽ മതി. പ്രിയമുള്ളവരെ, ഞാനിതൊന്ന് രണ്ടാക്കുകയാണ്. ഒന്ന്, തങ്ങൾ നീതിമാന്മാർ എന്ന് സ്വയം വിശ്വസിക്കുന്നവർ. 2, മറ്റുള്ളവരെ ധിക്കരിക്കുന്നവർ അഥവാ മറ്റുള്ളവരെ അവഗണിക്കുന്നവർ. ഈ 2 കാറ്റഗറിയായിട്ട് ഞാൻ തിരിക്കുകയാണ്. യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മർത്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകുന്നത് എങ്ങനെ? ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഉപമ വായിച്ചു തീർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ നീതിമാനാകുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഈ സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞത് സ്വയം നീതിമാന്മാരെന്ന് വിശ്വസിക്കുന്ന ചിലരെ പറ്റിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയം തോന്നിയിട്ടുള്ള എത്ര പേരുണ്ട്? നിങ്ങളുടെ ഹൃദയങ്ങളോട് ചോദിച്ചാൽ മതി. ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയം തോന്നിയിട്ടുള്ള എത്ര പേരുണ്ട്? നമുക്ക് ആർക്കെങ്കിലും ഭയം തോന്നിയിട്ടുണ്ടോ? ഇത് ദൈവം വസിക്കുന്ന ഇടമാണ്. കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഇടമാണ്. ദൈവത്തിന്റെ ആലയമാണ്. പരിശുദ്ധാത്മാവിന്റെ ആവാസമുള്ള ഇടമാണ്. പക്ഷേ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ കയറി വരാറുള്ളത്. ഭയത്തോടുകൂടി ഇങ്ങോട്ട് കടന്നു വരാൻ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? ഉള്ളിനുള്ളിലൊരു ഭയം തോന്നിയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഭയം തോന്നുന്നത്, നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എതിരെ ഒരു പോലീസ് വണ്ടി കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഭയം തോന്നുന്നു? ഇല്ല. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിലും പേടിക്കും, അല്ലേ? നമ്മുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങൾ പോവാൻ, അല്ലെങ്കിൽ അധ്യാപകരുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് പോവാൻ ഭയം തോന്നുന്നത് എപ്പോഴാണ്? എന്തേലും ഒരു ഉടായ്പ ചെയ്യുമ്പോഴാണ്. ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഭയം തോന്നിയിട്ടില്ലാത്തത്
ഇല്ലാത്തത് നമ്മൾ ഉടായ്പ ചെയ്യാത്തതുകൊണ്ടാണോ? ആണോ? നമുക്ക് നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ തെറ്റുകളെ പറ്റി തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഭയം തോന്നും. കാരണം ഒരു ദൈവം വസിക്കുന്ന ഇടമാണ്, ദൈവ സാന്നിധ്യമുള്ള ഇടമാണ്, കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ ആഘോഷിക്കപ്പെടുന്ന ഇടമാണ്. ഇവിടെ ദൈവത്തിന്റെ ദൈവാനുഭവമുള്ള ഇടമാണ്. ഇവിടെ നമുക്ക് വരാൻ എത്രയോ നിസ്സാരമായി നമ്മളിങ്ങനോട്ട് കയറി വരുന്നത്. ഇവിടെ ഈ മനുഷ്യർ എന്തിനു വേണ്ടി ദേവാലയത്തിലേക്ക് പോകുന്നുവെന്നാണ് പറഞ്ഞേക്കുന്നത്? 2 മനുഷ്യർ പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോകുന്നുവെന്നാണ് പറഞ്ഞത്, അല്ലേ? 2 മനുഷ്യർ പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോകുന്നു. കുറഞ്ഞ പക്ഷം അത്തരം ഒരു ബോധ്യമെങ്കിലും നമുക്ക് ഉണ്ടാവേണ്ടതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങളത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർന്നു എന്ന് പറയിപ്പിക്കാൻ ഇടയാവാതെ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്നൊരു ബോധ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ കുഞ്ഞുനാൾ മുതലേ, സൺഡേ സ്കൂളിൽ മുതലേ പഠിക്കുന്നതാണ്. ദേവാലയത്തിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന എന്താ? എന്തോ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന? ബഹുമതിപൂർവം എൻ്റെ നേർച്ചകളെ നിനക്ക് കഴിക്കും, അല്ലേ? എന്താ നേർച്ച എന്ന് പറയുന്നത്? നെയ്യപ്പം പഴമാണോ നേർച്ച? അല്ലെങ്കിൽ നമ്മൾ പെരുന്നാളിന് കൊടുക്കുന്ന നേർച്ച ഭക്ഷണമാണോ നേർച്ച എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല, പിന്നെന്തുവാ? എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാലും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നെ തന്നെ സമർപ്പിക്കേണ്ട ഇടമാണ്. നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കേണ്ട ഇടമാണ് ഇത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 84-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന്. പ്രിയമുള്ളവരെ, ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഭയം തോന്നിയിട്ടില്ല എങ്കിൽ അത് നമ്മൾ നീതിമാനായതുകൊണ്ടല്ല, പാപത്തെ വേർതിരിച്ചറിയാൻ ഇതുവരെ നമ്മൾ പ്രാപ്തരാകാത്തത് കൊണ്ടാണ്. ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിന്റെ 2-ാം അധ്യായമായ അൽ ബഖറയുടെ 112-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. ഇതിനിങ്ങനെയാണ്: ആർ സുഹൃതവാനായി സർവസ്വം സമർപ്പിക്കുന്നുവോ അവന് തന്റെ നാഥന്റെ അടുത്ത് അതിനുള്ള പ്രതിഫലമുണ്ട്. ആർ സുഹൃതവാനായി സർവസ്വം തന്നെ സമർപ്പിക്കുന്നുവോ അവന് തന്റെ നാഥന്റെ അടുത്ത് അതിനുള്ള പ്രതിഫലമുണ്ട്. പ്രിയമുള്ളവരെ, സർവസ്വം സമർപ്പിക്കപ്പെടേണ്ട ഇടമായി ഇതിനെ നാം പരിഗണിക്കേണ്ടിയിരിക്കുന്നു.